ഈ ഡോണുമായിട്ട് ഞാൻ ഭയങ്കര ഒരു ആത്മബന്ധം ഭയങ്കര കൂടുതലാണ്. കഥകളൊന്നും അതെ തീർച്ചയായിട്ടും. അത് ഡോണിന്റെ ഇന്റർവ്യൂ ചാറ്റിന് മുമ്പ് ഒന്ന് കണ്ടിരുന്നു. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയണില്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ ഡോണാശാന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണാശാൻ എന്താ പറയുന്നത് ഭയങ്കര ടെറർ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ആയിരുന്നു ഡോണാശാൻ. എന്നുവെച്ചാൽ ഡോൺ കളരി വരുമ്പോഴേ എനിക്ക് ഓർമ്മയുണ്ട്, ഡോണ് ഒരു കുട്ടി നിക്കറിട്ട് കയ്യിലൊരു ബാഗോ തോർത്തോ ഒക്കെ പിടിച്ച് കളരിയുടെ വാതിൽ പോര പുള്ളിക്ക്. എനിക്ക് തോന്നുന്നു കളരിയുടെ വാതിലിനെ വകഞ്ഞു മാറ്റി കളരിലോട്ട് കയറുക എന്നുള്ളൊരു രീതിയാണ് ഡോൺ നമ്മൾ കളരിലോട്ട് കയറുമ്പോൾ തന്നെ കാണുന്നത്. കാരണം പുള്ളിയുടെ കാലൊക്കെ ഭയങ്കര സ്റ്റീഫ്, ഭയങ്കര സ്ട്രോങ് ബോഡിയാണ് പുള്ളിയുടെ. അതായത് ഭയങ്കര സ്ട്രെങ്താണ്. എന്നുവെച്ചാൽ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ നല്ല ടെമ്പറായിട്ടുള്ള റബ്ബർ ബാൻഡ് വലിച്ചിട്ട് വിടുന്ന പോലെയാണ് പുള്ളിയുടെ കാലിന് നേർകാലം എടുക്കുമ്പോൾ പോകുന്നത്. ഭയങ്കര ഫാസ്റ്റായിട്ട് പോവും, അതുപോലെ താഴ്ത്ത് വരും. ഭയങ്കര സ്പീഡാണ് പുള്ളിയുടെ അടി അല്ലെങ്കിൽ ചവിട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് നോക്കി നിന്നില്ലെങ്കിൽ തടുത്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശരീരപ്രകൃതമാണ് പുള്ളിക്ക്. എനിക്ക് തോന്നുന്നത് സ്കേറ്റിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഡോൺ കളരി വരുന്നതിന് മുമ്പ്. സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഹിപ്പിൻ്റെയൊക്കെ ഒരു ടൈറ്റ്നസ് ഡോൺ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹേറ്റിങ് ചെയ്തിട്ടായിരിക്കും എൻ്റെ ഹിപ്പ് ഇത്രയും ടൈറ്റായെന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡോൺ ഞാൻ പറഞ്ഞിട്ടല്ലോ ഇങ്ങനെ ഒരു സാധനമാണ് കളരിയിലോട്ട് വരുന്നത്. പിന്നെ ഡോണിന് മെയ്പ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളരിയുടെ പകുതി തന്നെ മെയ്പ്പേറ്റ്, ഒരു ഏരിയ തന്നെ മെയ്പ്പേറ്റിന് വേണ്ടി ഡോണിന് വേണം. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ തെറിപ്പിച്ച് വിടുക എന്നുള്ളൊരു രീതിയാണ്.